ാണ് നമ്മുടെ ഇന്ത്യ ന്യൂസിലാൻഡ് ക്രിക്കറ്റ് മാച്ചിനിടയിൽ നമ്മുടെ രോഹിത് ശർമ്മ ഔട്ടായ നിമിഷം ഉണ്ടല്ലോ. രോഹിത് ശർമ്മ ഔട്ടായ നിമിഷം അവിടുത്തെ കാണികളെല്ലാം ഭയങ്കര കൈയടിയും ഭയങ്കര കൂക്കുവിളിയും ഭയങ്കര ആഹ്ലാദ പ്രകടനമായിരുന്നു. എന്തുകൊണ്ട്? നമ്മുടെ വിരാട് കോഹ്ലി അടുത്തതായി ക്രീസിലേക്ക് ഇറങ്ങാൻ പോകുന്നതാണ് അതിൻ്റെ റീസൺ. നിങ്ങളൊന്ന് ആലോചിക്കുക, എന്ത് പ്രൊഫഷണലിസമാണ് നമ്മുടെ ഇന്ത്യൻ ക്രിക്കറ്റ് ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന. വളരെ പത്തറ്റിക്കും ആയിട്ടാണ്, ഭയങ്കര സാഡായിട്ടും പത്തറ്റിക്കും ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയെ ആരാധിച്ചുകൊണ്ടായിരിക്കും ഇത് ചെയ്യുന്നത്. ഒരു ടീമാണ്, നമ്മളൊരു ടീമിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമായിരിക്കണം ഇത് ചെയ്യണം. ലുക്ക് അറ്റ് ഓസ്ട്രേലിയക്ക് എന്ന് പറഞ്ഞാൽ അവരൊരു ഒരിക്കലും ഒരു കളിക്കാരന് വേണ്ടിയിട്ടോ ഒരു ഇൻഡിവിജ്വലിന് വേണ്ടിയിട്ടോ അല്ല ഇത് ചെയ്യുന്നത്. അവർ ഒരാൾ പോയി കഴിഞ്ഞാൽ ഒരാൾ റിട്ടയർ കഴിഞ്ഞാൽ പോയി അത്രേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് ആ വ്യക്തി ആലോചിച്ചിട്ട് അവിടെ ഒരു രീതിയിലുള്ള ആരാധനയും ഇത്തരത്തിലുള്ള പരിപാടികളൊന്നും അവർ നോക്കാറില്ല. കാരണം അവർക്ക് ആ ടീം എന്ന് പറയുന്നത് അവരുടെ രാജ്യത്തിൻ്റെ ആ ടീമാണ് ഇമ്പോർട്ടൻറ്റ്. ആ ടീം വെച്ച് അടുത്ത ടീം ഒരാളെ മാറ്റി നിർത്തിയാൽ അടുത്ത ആളെ കയറ്റി കഴിഞ്ഞാൽ ആ ടീമിനെ എങ്ങനെ ഫോം ചെയ്തുകൊണ്ട് അടുത്ത ഒരു